ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കപ്പ പറിക്കാൻ പോവുകയാണ്. ഒരു കുഞ്ഞു ചാക്കിൽ ഞാനൊരു കപ്പ നട്ടിരുന്നു. കിഴങ്ങ് ഉണ്ടാവുക എന്തോന്നും അറിയില്ല. ഇപ്പൊ ഒരു കിഴങ്ങാലും മതി, ഞാൻ ഹാപ്പിയാണ്. കാരണം നമ്മൾ ഒരു കുഞ്ഞു ചാക്കെടുത്ത് കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് ഒരു കപ്പന്റെ കമ്പ് നട്ടതാണല്ലോ, ഇടയ്ക്ക് നനച്ചു കൊടുക്കും. ഒന്ന് ഞാനത് വിളവെടുക്കുകയാണ്. അപ്പൊ നിങ്ങളും കൂടി കാണിച്ചിട്ട് ഞാൻ വിളവെടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ചാക്കിൽ നടാൻ കാരണം തന്നെ തോട്ടത്തിൽ നട്ടാല് കപ്പ കിട്ടുന്നില്ല. പോയി നോക്കി പറിക്കാൻ നോക്കുമ്പോഴേ അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞാല് കിഴങ്ങിന്റെ ആകൃതി അങ്ങനെ തന്നെ വെച്ച് ഉള്ളിലൂടെ നമ്മുടെ വിചാരിച്ചതിൽ കപ്പ നന്നായിട്ടുണ്ട്, വെട്ടി ഒരടയാളും ഇല്ല. പറിച്ച് നോക്കുമ്പോൾ അത് അറിയുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം വേണ്ടിയിട്ടാണ് ഞാൻ ചാക്കിൽ നട്ടത്. അപ്പൊ ചാക്കിൽ നട്ട കപ്പ വിളവെടുക്കാൻ പോവുക, കാണിച്ചു തരാം കേട്ടോ. 1, 2, 3, 4 അഞ്ചാമത്തെ ഞാൻ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് വെച്ചതാ, കാണിച്ചു തരാം. ഇതിന്റെ ഇലകളൊക്കെ ഞാനങ്ങ് മാറ്റി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയതാ. ഇങ്ങോട്ട് കൊണ്ടുവന്നു അവിടെ ഇരുന്നു. അത് ചാക്കി കീറും, ഇനി വലിച്ചുകൂടാ. അപ്പൊ ഇതിൽ എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല, നോക്കട്ടെ. പാത്രം എടുക്കട്ടെ. മണ്ണ് അതിലായിക്കൂടാ. മുറ്റായതുകൊണ്ട് ഇതിലേക്ക് ബക്കറ്റിലേക്ക് അങ്ങ് ഇടാന്ന് വിചാരിച്ചു. കപ്പ ഉണ്ടോ എന്തോന്ന് അറിയാം. മണ്ണ് കണ്ട എന്താ വളക്കൂറുള്ള മണ്ണ്. അതിന് കരിയിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്ക് നനച്ചും കൊടുക്കും. എനിക്ക് പറയുകയാണെങ്കിൽ ഇതിന് നന്നായിട്ട് വേണം. പക്ഷെ കമ്പ് കണ്ട അത്ര ഉണ്ടാവൂലെന്നാ തോന്നുന്നത്. നല്ല വളക്കൂറുള്ള മണ്ണ് പോലെ ഉണ്ട്. ഉണ്ടോന്ന് ആദ്യം ഉണ്ട് നോക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും കപ്പ എങ്ങനെ നട്ടിട്ടുണ്ടോ പറയണേ. നിങ്ങൾക്ക് കിട്ടിയോ അല്ലേന്നൊക്കെ. ഞാനൊരു ദിവസം ഇത് കാണിച്ചപ്പോ ഒരാൾ കമന്റ് ഇട്ട് പറിക്കുമ്പോ കാണാൻ തീരെ കപ്പ ഉണ്ടാവൂലെന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ. പക്ഷെ ഞാൻ അന്നേരം വാദിക്കാൻ പോവാതെ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണല്ലോ. അന്നൊരു ദിവസം പറിച്ച് ഞാൻ മുമ്പായിരുന്നു കമന്റ് വന്ന് അതിലുണ്ടായിരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ. എന്താ വളക്കൂർ, നല്ല മണ്ണ്. എന്തോന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഇതങ്ങോട്ട് എടുക്കാനാവൂല. കഴിയില്ല, ചൂട് കഴിയട്ടെ. ആദ്യത്തെ ഒന്ന് പൊട്ടിച്ചാട്ടെ കേട്ടോ. കമ്പിലൊന്നും മണ്ണല്ല. ഈ ചാക്ക നടുന്നത് കൊണ്ടാണോ അറിയില്ല. പക്ഷെ നല്ല കരിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കി. ഉണ്ട് മക്കളെ, കപ്പുണ്ട്. കപ്പ കുഴപ്പമില്ല. കാണിച്ചു തരാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം മാത്രം ഉണ്ട്. അപ്പൊ ചാക്കില് നട അടിപൊളിയായിട്ടുണ്ട്. ഇതാ കപ്പ കണ്ടില്ലേ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കപ്പനെ ഒന്നും കുറ്റം പറഞ്ഞുകൂടാട്ടോ. ഈ നേരിയ കമ്പിലാണ് ഇത്രയും കപ്പ ഉണ്ടായത്. പിന്നെ നമ്മൾ കപ്പ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നറിയോ? ഞാൻ നട്ടയിലിപ്പോ എനിക്ക് മനസ്സിലായത്, ഇത് നമ്മൾ കുത്തനെയാണല്ലോ, ഈ ചാക്ക് കുത്തനെ വെച്ചിട്ടാണല്ലേ നമ്മൾ ഇടുന്നത്. അങ്ങനെ ആകുമ്പോ ഈ കപ്പക്ക് ഇങ്ങനെ വിസ്താരത്തിൽ പോകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിങ്ങനെ കിടത്തണം. എന്നിട്ട് കിടത്തിയിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ടിന് ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൽ കമ്പ് വെക്കുക. എന്നാല് കപ്പ പരക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതിനിപ്പം പരക്കാനുള്ള സൗകര്യമല്ല, അങ്ങനെ പറ്റിപ്പോയതായത്. ഇപ്പൊ സ്ഥലമില്ലാത്തവർക്കും മുറ്റം സൈഡിലൊക്കെ ഒരു സിമെന്റ് ചാക്ക് എടുത്തിട്ട് കരിയില് മണ്ണൊക്കെ നിറച്ച് ചെറിയൊരു കമ്പ് നട്ടാല് നമ്മൾ ആവശ്യത്തില്ല. ഒരു 10-15 മാസത്തിൽ ഓരോന്ന് വെക്കാലോ. ഇതിപ്പോ എല്ലാം കൂടെ ഒന്നിച്ചാ നടണ്ട. ഒരാഴ്ച 2 ആഴ്ച വേറെ ഒന്ന്, അങ്ങനെ. ഏതായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ നട്ടയിൽ സൂപ്പറായിട്ടുണ്ട്. എന്റെ കപ്പ കണ്ടില്ലേ? അപ്പൊ എല്ലാവരും കപ്പയൊക്കെ നടാൻ നോക്കുക. ഇങ്ങനെ ചാക്കില് കരിയില മതിയല്ല, തോട്ടവും വൃത്തിയാവും, മുറ്റം വൃത്തിയാവും.
പിന്നെ കരിയിലെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പാമ്പ് പഴുതാരയൊക്കെ. അപ്പൊ ചാക്കിലാ കുത്തി നിറക്കുക, എന്നിട്ട് കുറച്ച് മണ്ണിടുക, എന്നിട്ട് കമ്പ് കൊണ്ടുപോയി നട്ടാൽ ഇതാ ഇത്രയും കിട്ടി. ഇത് നല്ല വെയിറ്റ് ഇതാ ഇത്രയും കിട്ടിയില്ലേ. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നടാനൊക്കെ നോക്കട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് തന്നെ ചാക്കിൽ നട്ടാൽ കപ്പ ഉണ്ടാവൂലെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാ. ഇതാ ഇത് ഇനിയും പറിക്കാൻ ഇനി 2 മാസമൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് വേറെ ഇവിടെ നടാനുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം വിളവെടുത്തതാ. അപ്പൊ ഞാൻ ഇത് വെട്ടട്ടെ, വെട്ടിയിട്ട് എല്ലാം പാകാക്കിട്ട് കാണിച്ചു തരാം കേട്ടോ. നന്നായി അങ്ങോട്ട് പോവാനുള്ള സൗകര്യമില്ല, ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ വെട്ടി കയ്യിൽ കാണിച്ചു തരാം. ഇങ്ങനെ കൂട്ടിയിട്ടതാ. ഇനി അടുത്ത കപ്പ നടാൻ വേണ്ടിട്ട് ചാക്കിൽ നിറക്കാന് എല്ലാ വേരിലും കപ്പ ഉണ്ടായി. ഉണ്ടോ, വേര് തടിച്ചിട്ടാണല്ലോ ഈ കപ്പ ആവുന്നത്, എല്ലാ വേരിലും. ഇനി നമുക്ക് കപ്പ നോക്കാം. ഞാൻ എല്ലാം വെട്ടി മാറ്റിയതാ, കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇത്രയും കപ്പ ഒരു ചാക്കിൽ ഇതിൽ കിട്ടിട്ടോ. നന്നായിട്ട് വിജയിച്ചു, നല്ല വെയിറ്റ്. അത് ഇവരെ കുറ്റം പറഞ്ഞില്ല, ചിലപ്പോ ചാക്കിൽ ഇങ്ങനെ വിസ്തരിച്ച് പോവാൻ കഴിയാനില്ല. ഇപ്പൊ കരിയിലിട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും കേട്ടോ. എല്ലാരും ഇങ്ങനൊക്കെ ചെയ്താല് കണ്ടില്ലേ എന്റെ കപ്പ. അത് ഞാനിങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഒരു വീട്ടിലെ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതിയല്ലോ, ഇങ്ങനെയൊക്കെ കരിയിലും ഒക്കെ ഇട്ടൊരു കപ്പ നടാ. എന്നിട്ട് നമുക്ക് പറിച്ച് ആണുങ്ങൾ കാണിച്ചു കൊടുത്തൂടെ അഭിമാനത്തോടെ. എന്താ സൂപ്പർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.